Hello, hi, assalamu alaikum. Welcome back to another video. നമ്മൾ ഇന്ന് ഒരു സൂപ്പർ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട. ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹാൻഡ് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നമുക്ക് കേക്കിൻ്റെ പോലെ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടണമെന്നില്ല, ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയല്ല നമ്മൾ കേക്കിനൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെയുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു പുഡിങ്ങിന് സമയം പോകുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി കൂടുതലായിട്ട് നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് സ്റ്റിഫായി കിട്ടി നിന്നിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പരുവത്തിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പാലാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പം സാധാരണ നോർമൽ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മധുരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബൗൺസിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ക്രീം ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പക്ഷേ ഈ ഒരു ക്രീം ബിസ്ക്കറ്റ് ആകുമ്പം നമുക്ക് ആ ഒരു ഫ്ലേവർ ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രീം ബിസ്ക്കറ്റിന് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു പുഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിതെടുത്തത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണെന്നുണ്ടെങ്കിൽ ബൗൺസിൻ്റെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ക്രീം ബിസ്ക്കറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെയുള്ളൊരു ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയുള്ള പാത്രമാണോ വേണ്ടത് അതിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ലെയറായിട്ട് ഒരു 2-3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് 2 ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രീമോട് കൂടി തന്നെ അതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് എടുത്തതിന് ശേഷം പാലിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ട്രേയിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവനായിട്ടാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ട്രാക്ക് അനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു അളവിൽ മാറ്റം വരും. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബ്രെഡാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രെഡ് നമ്മൾ ബിസ്ക്കറ്റ് ചെയ്ത പോലെ തന്നെ ഒന്ന് പാലിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക.
ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് റോസ് കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവണ കൂടി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ലെയറാക്കിയിട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ 2 ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീമിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ഒന്ന് പാലിൽ അതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നോർമൽ വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൂടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ക്രീം കൂടി മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ട്രേക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനൊരു ചെറിയ രീതിയിൽ ഇവിടെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വരച്ച ഭാഗത്തു കൂടി ക്രഷ് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്രഷ് ഒന്ന് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. സദാ നോസിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ റൈറ്റിംഗ് നോസിലുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ആ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും ഒന്ന് ഇതിലേക്ക് പിടിക്കുക നമ്മൾ പിറ്റേ ദിവസത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മാത്രം മതി ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മതി നമുക്ക് ഈ ഒരു പുഡിങ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു ബ്രെഡും ബിസ്ക്കറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കാനൊക്കെ നമുക്ക് ഈസി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ എന്നും പറയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്